നമസ്കാരം. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ പട്ടികവർഗ വിഭാഗക്കാർക്കായുള്ള മുഖ്യമന്ത്രിയുടെ ഓണസമ്മാനം 1000 രൂപ വിതരണം ആരംഭിച്ചു. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സ് കഴിഞ്ഞ് 478 പേർക്കാണ് 1000 രൂപ വീതം വിതരണം ചെയ്തത്. നിയോജക മണ്ഡലതല ഉദ്ഘാടനം കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇടമലയാർ താളംകണ്ടം ആദിവാസി ഉന്നതിയിൽ വെച്ച് ആന്റണി ജോൺ MLA നിർവഹിച്ചു. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ FIT ചെയർമാൻ R. അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം KK ദാനി, പഞ്ചായത്ത് അംഗങ്ങളായ ബിൻസി മോഹൻ, മിനി മനോഹരൻ, ശ്രീജ ബിജു, ആലിസ് സിബി, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK രാമചന്ദ്രൻ, മൂവാറ്റുപുഴ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ മനോജ് KG, ST പ്രൊമോട്ടർ രമ്യ പ്രദീപ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PK പൗലോസ്, KM വിനോദ്, കാണിക്കാരൻ മാധവൻ മൊയ്ലി, ഊരുമൂപ്പൻ ബാലകൃഷ്ണൻ കാണ്ടാർ എന്നിവർ പങ്കെടുത്തു. ഈ ഓണക്കാലത്തും കേരളത്തിലെ ഏതാണ്ട് 53,000-ഓളം പേർക്ക് 60 വയസ്സ് പ്രായം കഴിഞ്ഞ് 53,000-ഓളം പട്ടികവർഗ വിഭാഗക്കാരായിട്ടുള്ള ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ ഓണസമ്മാനം എന്നുള്ള നിലയിലാണ് 1000 രൂപ വീതം ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. അക്കൗണ്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട്, അക്കൗണ്ട് ഇല്ലാത്തവരെ സംബന്ധിച്ച് അവരുടെ ഉന്നതികളിൽ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനവുമാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോതമംഗലം മണ്ഡലത്തിൽ ഇവിടെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ വിവിധ ആദിവാസി ഉന്നതികളിലും അതോടൊപ്പം തന്നെ കവളങ്ങാട് പഞ്ചായത്തിൻ്റെ നേരിമംഗലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലടക്കം 478 പട്ടികവർഗ വിഭാഗക്കാർക്കാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓണസമ്മാനം 1000 രൂപ വീതം നമ്മൾ വിതരണം ചെയ്യുന്നത്. അതിൻ്റെ നിയോജകമണ്ഡലം തലത്തിലുള്ള ഒരു ഉദ്ഘാടനമാണ് കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളംകണ്ടം ഉന്നതിയിൽ വെച്ച് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഓണം എന്നുള്ളത് എല്ലാവർക്കും ഒരേപോലെ ഓണം ആഘോഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വിവിധങ്ങളായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളാണ്, സഹായ പദ്ധതികളാണ് ഈ ഓണക്കാലത്ത് ഗവൺമെൻറ് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിലെമ്പാടും നടപ്പിലാക്കിയിട്ടുള്ളത്. അത് ആദിവാസി സമൂഹത്തിന് കൂടി ആ നിലയിൽ പ്രത്യേകമായ ഒരു കരുതൽ കഴിഞ്ഞ 9 വർഷക്കാലവും ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഈ ഓണക്കാലത്ത് ഓണസമ്മാനമായി 1000 രൂപ വീതം ഇത്രയധികം ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കോതമംഗലം മണ്ഡലത്തിലെ